ജാതി ചിന്തയും അനാചാരവും കൊടികുത്തി വാണിരുന്ന മലയാള നാടിനെ നവോത്ഥാനത്തിന്റെ ചട്ടം പഠിപ്പിച്ച വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ ജയന്തി ഇന്ന്. ആധുനിക കേരളത്തെ പരുവപ്പെടുത്തുന്നതിൽ പതിറ്റാണ്ടുകൾക്ക് മുന്നേ ശിലപാകിയ ഋഷിവര്യനെ സ്മരിക്കുകയാണ് മലയാളദേശം. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലുള്ള ദരിദ്ര നായർ കുടുംബത്തിലായിരുന്നു 1853 ഓഗസ്റ്റ് 25-ന് കുഞ്ഞന്റെ ജനനം. കുഞ്ഞൻപിള്ള എന്ന വിദ്യാർത്ഥി പഠന ക്ലാസ്സിലെ ലീഡറായിരുന്നു. അങ്ങനെ കുട്ടികളെ ചട്ടം പഠിപ്പിക്കാൻ നിയോഗിതനായ ചട്ടമ്പി പിന്നീട് നവോത്ഥാന കേരളത്തിലെ നായകരിൽ പ്രധാനികളിലൊരാളായ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളായി അവരോധിക്കപ്പെടുകയായിരുന്നു. ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ ആധിപത്യത്തെ ചോദ്യം ചെയ്തായിരുന്നു സാമൂഹിക പരിവർത്തനത്തിന് ചട്ടമ്പിസ്വാമികൾ തുടക്കം കുറിച്ചത്. ലിംഗസമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ നടപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു. അനാചാരങ്ങൾക്കെതിരെ പോരാടിയ കുഞ്ഞൻപിള്ള മലയാളം മാത്രമല്ല തമിഴ്, സംസ്കൃതം ഭാഷകളിലും അഗാധമായ അറിവ് നേടി. കൂടാതെ ഗണിതശാസ്ത്രം, സിദ്ധരൂപം, ചിത്രകല, സംഗീതം എന്നിവയിലും പ്രാഥമിക ജ്ഞാനം സമ്പാദിച്ചു. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ അറിവ് നേടിയതിനൊപ്പം ക്രൈസ്തവ ഇസ്ലാം മത തത്വത്തെയും പഠിച്ചെടുത്തു. ഈ അറിവിലൂടെയാണ് ക്രിസ്തുമതസാരം എന്ന പുസ്തകം എഴുതിയത്. അതുമാത്രമല്ല, ക്രിസ്തുമത ഛേദനം എന്ന ഗ്രന്ഥത്തിലൂടെ മതപരിവർത്തനത്തിന്റെ പച്ചയായ സത്യങ്ങളെ പിച്ചിച്ചീന്തുകയും ചെയ്തു. വർണ്ണാശ്രമത്തിന്റെ നെറികെട്ട പ്രായോഗികത തച്ചു തകർത്ത സ്വാമിജി ലിംഗസമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിലകൊണ്ടു. തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായി തമിഴ് പ്രമാണ്യ ഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയ വേളയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ സതീർത്ഥ്യനായി മാറുന്നത്. അത് വേറൊരു ചരിത്രം. സംസ്കൃതത്തിൽ അകപ്പെട്ട് കിടന്ന ഹൈന്ദവ തത്വങ്ങൾ മലയാള ഭാഷയിലേക്ക് എത്തിച്ചതിൽ ചട്ടമ്പിസ്വാമികൾ നൽകിയ സേവനം മാതൃഭാഷയ്ക്ക് മറക്കാനാവില്ല. വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങി എത്രയോ കൃതികൾ. ആദ്യത്തെ ഉറക്കുപാട്ടായ പിള്ളതാലോലിപ്പടക്കം എത്രയോ ഗീതങ്ങൾ വേറെ. ഉറുമ്പിനെയും പൂച്ചയെയും പാമ്പിനെയുമെല്ലാം സ്നേഹത്തോടെ കാണണം എന്ന് പഠിപ്പിച്ച സ്വാമിജി വരും തലമുറയ്ക്കായി കേരളത്തിലെ ആദ്യ സ്ഥലനാമ ചരിത്രം വരെ എഴുതിവച്ചു. ബോധേശ്വരൻ, കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവരായിരുന്നു ശിഷ്യ പരമ്പരയിലെ പ്രമുഖർ. 1924 മെയ് 5-ന് കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായ വിദ്യാധിരാജൻ നവോത്ഥാന നാടിന്റെ നായക വമ്പനായി ഇന്നും ഓർമ്മകളിൽ വിരാജിക്കുന്നു, പരമപ്രകാശമായി. ന്യൂസ് ഡെസ്ക്, ജനം.